നമസ്കാരം. 40 വർഷത്തിലൊരിക്കൽ കാഞ്ചീപുരം വരദരാജപ്പെരുമാൾ ക്ഷേത്രത്തിലെ തീർത്ഥത്തിൽ നിന്നും പുറത്തെടുത്ത് 48 നാൾ ഭക്തർക്ക് ദർശനം കൊടുത്ത അത്തിവരദരെക്കുറിച്ച് അറിയാത്തവർ കുറവായിരിക്കും. അതേപോലെ 12 വർഷത്തിലൊരിക്കൽ പാതാള അറയിൽ നിന്നും പുറത്തെടുത്ത് 10 നാൾ ഭക്തർക്ക് ദർശനം തരുന്ന മറ്റൊരു അത്തിവരദരെക്കുറിച്ചും കുംഭകോണത്തുള്ള ആ ക്ഷേത്രത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കാം. ക്ഷേത്രം ശ്രീ ഭൂമി നീല പെരുന്തേവി തായാർ സമേത വരദരാജപ്പെരുമാൾ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ജില്ലയിൽ കുംഭകോണത്തിനടുത്ത് വളയപ്പേട്ട അഗ്രഹാരത്തിൽ വേദനാരായണ പെരുമാൾ കോവിൽ അഥവാ ബ്രഹ്മൻ കോവിൽ വീതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ഭഗവാൻ മഹാവിഷ്ണു നീലാദേവി ഭൂദേവി സമേതനായി വരദരാജ പെരുമാൾ എന്ന നാമത്തിൽ അനുഗ്രഹം ചൊരിയുന്നു. ലക്ഷ്മി ദേവി പെരുന്തേവി തായാർ എന്ന നാമത്തിൽ തനി സന്നിധിയിൽ കുടികൊള്ളുന്നു. ഭഗവാന്റെ ഉത്സവമൂർത്തി ഭൂദേവി ശ്രീദേവി സമേത വരദരാജ പെരുമാളാണ്. സൗരാഷ്ട്ര ധർമ്മപരിപാലന കമ്മിറ്റിയുടെ കീഴിലാണ് ഈ ക്ഷേത്രവും വേദനാരായണ പെരുമാൾ കോവിലും. വേദനാരായണ പെരുമാൾ കോവിലിന്റെ ഉപക്കോവിലാണ് വരദരാജ പെരുമാൾ കോവിൽ. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. പണ്ടൊരു യുഗത്തിൽ വിഷ്ണുഭക്തനായ മാതംഗമുനി കാഞ്ചീപുരം വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ നടക്കുന്ന ഗരുഡസേവയിൽ പങ്കെടുക്കാൻ ഈ വഴി പോകുമ്പോൾ കഠിനമായ മഴ തുടങ്ങി. മുനി മഴ മാറുന്നതുവരെ ഇവിടെ നിന്നു. മഴ മാറി കാഞ്ചീപുരത്തെത്തുമ്പോഴേക്കും സായരക്ഷാ പൂജ കഴിയുമല്ലോ എന്നോർത്ത് വ്യാകുലപ്പെട്ട് മുനി വരദരാജ പെരുമാളെ പ്രാർത്ഥിച്ചു. മുനിയുടെ പ്രാർത്ഥന കേട്ട ഭഗവാൻ മഹാവിഷ്ണു ഈ പ്രദേശത്ത് ഭൂദേവി ശ്രീദേവി സമേത വരദരാജ പെരുമാളായി മുനിക്ക് ദർശനം കൊടുത്തു. ഇത് നടന്നത് ഒരു ചൈത്രമാസം ശുക്ലപക്ഷ പൗർണമി തിഥിയിൽ. മുനിയുടെ അപേക്ഷ പ്രകാരം ഈ ബ്രഹ്മകൽപ്പം കഴിയുന്നതുവരെ ഭക്തരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഭഗവാൻ ഇവിടെ കുടികൊള്ളാമെന്ന് മുനിക്ക് വാക്ക് നൽകി എന്നാണ് കഥ. കാഞ്ചീപുരം വരദരാജ പെരുമാളെ സന്ദർശിക്കാൻ പറ്റാത്തവർ ഇവിടെ കുംഭകോണത്തിലുള്ള വരദരാജ പെരുമാളെ സന്ദർശിച്ച് പ്രാർത്ഥിച്ചാലും മതിയെന്നാണ് സാരം. കാഞ്ചിയേക്കാൾ 1 മടങ്ങ് പുണ്യം കൂടുതലുള്ള ക്ഷേത്രമാണിതെന്നും അതിനാൽ ഇവിടം ദക്ഷിണ കാഞ്ചീപുരമെന്നും അറിയപ്പെടുന്നു. കാഞ്ചീപുരം വരദരാജ പെരുമാൾ കോവിലിലുള്ള അത്തിവരദരെ പറ്റി അറിയാത്തവർ ചുരുക്കമായിരിക്കും. 40 വർഷത്തിൽ ഒരു പ്രാവശ്യം അനന്തസരസ് എന്ന തീർത്ഥക്കുളത്തിൽ നിന്നും 2019 പുറത്തെടുത്ത അത്തിവരദർ 48 നാൾ ഭക്തർക്ക് ദർശനം തന്നിരുന്നു. ആദ്യ 24 ദിവസം ശയനരൂപത്തിലും അടുത്ത 24 ദിവസം നിന്ന രൂപത്തിലും ദർശനം തന്ന അത്തിവരദരെ കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ എത്തിയതായാണ് വിവരങ്ങൾ. കാഞ്ചീപുരമെ തിരിഞ്ഞു നോക്കുന്ന അളവിലുള്ളൊരു ഉത്സവമായത് മാറിയിരുന്നു. ഇനി 2059 ഭക്തർക്ക് കാഞ്ചീപുരം അത്തിവരദരെ ദർശിക്കാനാവുക. ഭഗവാനെ ഒരു നോക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമിക്കുന്ന ഭക്തർക്കായി വീണ്ടും ഒരു അവസരം വന്നിരിക്കുകയാണ്. കാഞ്ചീപുരത്ത് മാത്രമല്ല കുംഭകോണത്തിലും അത്തിവരദരുണ്ട്. ഇവിടെയുള്ള വരദരാജ പെരുമാൾ കോവിലിലെ മൂലവർ സന്നിധിക്ക് കിഴക്ക് ഭാഗത്തുള്ള പാതാള അറയിലാണ് അത്തിമരത്താൽ നിർമ്മിക്കപ്പെട്ട ഏകദേശം 1.5 അടി ഉയരമുള്ള ശ്രീദേവി ഭൂദേവി സമേത അത്തിവരദർ ശില വെച്ചിരിക്കുന്നത്. അത്തിമരം എത്ര കാലം കഴിഞ്ഞാലും കേടാകാത്ത മരമാണ്. അത്തിമരം മരുത്വഗുണങ്ങൾ നിറഞ്ഞ മരം എന്നതിലുപരി ആത്മീയ രീതിയിലും പുണ്യമുള്ള മരമാണ്. അതിനാലാണ് ഈ മരത്തിൽ തീർത്ത വിഗ്രഹങ്ങൾക്ക് ഇത്ര ശക്തി എന്നാണ് പറയുന്നത്. ഇവിടെയുള്ള അത്തിവരദർ ശില 12 വർഷത്തിലൊരിക്കൽ പുറത്തെടുത്ത് 10 നാൾ ഭക്തർക്ക് ദർശനത്തിന് സമർപ്പിച്ച് വീണ്ടും പാതാള അറയിൽ അടച്ചുവെക്കും. 1915 ശേഷം പല കാരണങ്ങളാൽ ഈ ശില പുറത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല. സുമാർ 98 വർഷങ്ങൾക്ക് ശേഷം 2013 ഈ അത്തിവരദർ ശില പുറത്തെടുത്ത് ഭക്തർക്ക് ദർശനത്തിന് വെച്ചിരുന്നു. വീണ്ടും ഭൂദേവി ശ്രീദേവി സമേത അത്തിവരദരെ പാതാള അറയിൽ നിന്നും പുറത്തെടുത്ത് 2026 മാർച്ച് 1 തീയതി മുതൽ മാർച്ച് 10 തീയതി വരെ പൊതുദർശനത്തിന് വയ്ക്കാൻ തീരുമാനമായിട്ടുണ്ട്. അതിനുള്ള തിരുപ്പണികൾ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത്തിവരദരെ ദർശിച്ച് പ്രാർത്ഥിച്ചാൽ സകല ദോഷങ്ങളും മാറും, മുജ്ജന്മ പാപങ്ങൾ നീങ്ങും, ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കും എന്നതാണ് വിശ്വാസം. ഭാര്യാസമേതനായി നിൽക്കുന്ന ഈ പെരുമാളെ ദർശിക്കുന്നത് ദിവ്യ ദമ്പതി ദർശനം എന്ന് പറയും. 2019 കാഞ്ചീപുരം അത്തിവരദരെ ദർശിക്കാൻ പറ്റാത്തവർക്ക് ഈ പുണ്യകാലം പ്രയോജനപ്പെടുത്താം. 3 നില രാജഗോപുരത്തോടെ കാണപ്പെടുന്ന അതിപുരാതനമായ കുംഭകോണം വരദരാജ പെരുമാൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാൽ ബലിപീഠം, ധ്വജസ്തംഭം, ഗരുഡസന്നിധി, കുറച്ച് പടികൾ കയറിപ്പോയി വേണം മൂലവരെ ദർശിക്കാൻ. പ്രധാന സന്നിധിയിൽ മൂലവർ ഭഗവാൻ മഹാവിഷ്ണു വരദരാജ പെരുമാൾ എന്ന നാമത്തിൽ 4 കരങ്ങളോടെ കരങ്ങളിൽ ശംഖുചക്രത്തോടെ നീലാദേവി ഭൂദേവി സമേതനായി നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. വേറൊരു സന്നിധിയിൽ ദേവി മഹാലക്ഷ്മി പെരുന്തേവി തായാർ എന്ന നാമത്തിൽ അനുഗ്രഹം ചൊരിയുന്നു. ഈ സന്നിധികൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് സർവൈശ്വര്യം. ഭഗവാന്റെ സന്നിധിക്ക് മുൻവശത്തായി ഉത്സവമൂർത്തികളായി ഭൂദേവി ശ്രീദേവി സമേത വരദരാജ പെരുമാളുമുണ്ട്. ക്ഷേത്രത്തിൽ മുഖ്യ പ്രതിഷ്ഠകളല്ലാതെ ആഞ്ജനേയർ, വിശ്വക്സേനൻ, ആണ്ടാൾ നാച്ചിയാർ, രാമാനുജർ, തിരുമങ്കയാഴ്വാർ, ദേശികർ, ശ്രീനിവാസ പെരുമാൾ എന്നിങ്ങനെ കുറച്ച് ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം അത്തിമരം. ക്ഷേത്രതീർത്ഥം ഗദാപുഷ്കരണി. ഗംഗയേക്കാൾ പുണ്യമുള്ള ഈ തീർത്ഥത്തിൽ 48 നാൾ നീരാടി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ആഗ്രഹസിദ്ധി കൈവരുമെന്നാണ് വിശ്വാസം.
ആഗമവിധി പ്രകാരമുള്ള പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. നവരാത്രി, വൈകുണ്ഠ ഏകാദശി, നരസിംഹ ജയന്തി, ബ്രഹ്മോത്സവം, ഗരുഡസേവ, പുരട്ടാസി ശനിയാഴ്ചകൾ ക്ഷേത്രത്തിൽ പ്രധാനം. പൂജാ സമയം രാവിലെ 7:30 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കുംഭകോണം ബസ് സ്റ്റാൻഡിൽ നിന്ന് 2 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കുംഭകോണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.